ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ബ്ലോക്കാണ്. ഒന്ന് പോടോ. കണ്ട ബ്ലോക്കാണ്. ഓ നാശം. ഇവിടെ ഇറങ്ങി ഇറങ്ങാം. ആ ഇറങ്ങി. 150 പൈസ പൈസ തരി. പൈസ എന്നിട്ട് പോ. പൈസ തരാതെ പോടാ. ഓട്ടക്കാരി. ശരി, പിന്നെ കാണാം. പിന്നെ ഇനി ഞാൻ ഈ ഏരിയയിലോട്ടില്ല. ഇപ്പം ദുബായിക്ക് പോവുക ഞാൻ. ദുബായിലോട്ടിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ എന്തോ. ഉണ്ടാവുമായിരിക്കും. എൻ്റെ അമ്മ എന്തോ നാടി കൊച്ച ഇത്. മനുഷ്യനെ കൊന്നല്ലോ നീ. സോറി അമ്മാവനോ ഞാനോ? എടി എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലടി. അവിടെ അമ്മാവൻ, അവിടെ അമ്മാവൻ. ഒരന്നിറങ്ങിക്കോളും കുറ്റിയും പറിച്ചാൽ. സാറേ ഇത് കഴിഞ്ഞ മാസത്തെ ഓഡിറ്റിന്റെ ഫയലാണ്. എന്താ കഴിഞ്ഞ മാസത്തെ ഓഡിറ്റിന്റെ ഫയല്? സാർ തന്നെ നമ്മുടെ കൊച്ചിന്റെ തന്ത. അത് ഞാൻ ഏത് കോടതിയിൽ പറയും? ഇല്ലെങ്കിൽ ഈ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ സത്യാഗ്രഹം ഇരിക്കും, പറഞ്ഞേക്കാം. എന്നാലും നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറയാൻ സാറിന് എങ്ങനെ തോന്നി? ഞാൻ ചത്താലും അതിന് സമ്മതിക്കില്ല. ഒന്ന് പതുക്കെ പറയാ, ആരെങ്കിലും കേക്കും. അടുത്ത ഡയലോഗ് പറയേ. കറക്റ്റ് ആയിട്ട് എടിയേ, ഞങ്ങളേ ആനുവൽ ഡേക്ക് ഒരു റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് നാടകത്തിന്റെ. നമുക്ക് ഇവൾക്ക് പറ്റിയ എന്താ വേഷം ഉണ്ടായില്ലേ? അതിപ്പോ നോക്കണ്ട വരുമല്ലേ? പപ്പ, എന്റെ കൂട്ടുകാരുടെ അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. ആശുപത്രിയില്ല. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷന് 1 ലക്ഷം രൂപ വേണം. പപ്പ എനിക്ക് 1 ലക്ഷം രൂപ തരണം. 1 ലക്ഷം രൂപ? മനുഷ്യനിവിടെ മൂട്ടിൽ തീ പിടിച്ചേക്കുമ്പോൾ 1 ലക്ഷം രൂപ. നീ ഒന്ന് പോയി ഇവിടുന്ന്. എന്നാലും നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറയാൻ സാറിന് എങ്ങനെ തോന്നി? ഞാൻ ചത്താലും അതിന് സമ്മതിക്കില്ല. എടി ഞാൻ പറഞ്ഞില്ലേ നാടകത്തിന്റെയാണത്. നന്നായിട്ടുണ്ട്. പപ്പ എനിക്ക് 1 ലക്ഷം രൂപ തരണം. അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ നടത്താനാ. തന്നില്ലെങ്കിൽ ഞാനിത് മമ്മിയെ കാണിക്കും. പപ്പ പ്ലീസ്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. അതെ, ഇത് നിന്റെ കയ്യിൽ ഈ വീഡിയോ കണ്ടിട്ടോ മമ്മിയോട് പറയുന്നുണ്ടോ അല്ല അതിന് ഞങ്ങളുടെ നാടകം പൊളിയെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ഒരു ജീവൻ രക്ഷിക്കാനല്ലേ, അതുകൊണ്ടാ. ഇനി ഞാൻ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തേ. ഞാൻ ചെയ്തോളാം പപ്പ. ചെയ്യണട്ടാ, ചെയ്തോളാന്ന് പറഞ്ഞിട്ട് നീ ഒരുമാതിരി പേര് രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എടുക്കരുത്. നീ എന്റെ മോളായതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ലാത്തത്. നീ ഒറ്റ ഒരുത്തിക്കാരനാണ് ഈ 1 ലക്ഷം രൂപ പോയത്. ഇത് ഞാൻ നിന്റെ പറ്റിലെഴുതും. എന്റെ പറ്റില്ല, നിങ്ങളല്ലേ പറ്റിച്ചത്. അയ്യോ, തോമസേ, ചേലത്തേക്കുള്ള ലോഡ് പോയോ? അത് പോയി. എപ്പോഴാ പോയേ? അത് വെളുപ്പിനെ പോയി. എടാ, നീ ക്ലാരയെ വിളിക്കാറുണ്ടോ? അവൻ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അല്ലേ മോൻ? ഇല്ലപ്പാ, ഞാൻ വിളിച്ചില്ല. സോറി മമ്മി. സത്യം പറയടി, ഇവൻ എന്റെ തന്നെയാണോ? ദേ ചെക്കൻ നിക്കുന്നു. അല്ലേ ഞാൻ വേറെ വല്ലതും പറഞ്ഞേനെ. എടാ, നീയൊന്ന് അവളെ വിളിക്കേ. നിന്റെ ഒരു ഫോൺ വിളിക്ക് വേണ്ടിയിട്ട് അവള് കാത്തിരിക്കുമായിരിക്കും. എടാ, നീ വിളിച്ചോടാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാ. നാണിക്കൊന്നും വേണ്ട. വിളിക്കാം പാപ്പ. ഹലോ ക്ലാര, ഞാൻ തോമസൻ ചേട്ടനാണ്.
അന്ന് പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നോ ആ തോമസ് ചേട്ടൻ? ഒന്ന് വെച്ചിട്ട് പോടോ. ആ ശരി ക്ലാര. മോന് ഉത്തരവാദിത്തങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഓക്കെ ശരി മോളെ, വെച്ചോ, ബൈ. എന്താണോ മോനെ അവള് പറയുന്നേ? ക്ലാരക്കേ പരീക്ഷ, പാവരുന്ന് പഠിച്ചോട്ടെ, വൈകുന്നേരം വിളിച്ചോളാന്ന് പറഞ്ഞു. മമ്മി വല്ലാത്തതാ, ഒരു ഗ്ലാസ് വെള്ളം. വെള്ളാക്കണ്ടടാ, ഞാൻ ജ്യൂസ് എടുക്കാം. 2 ഗ്ലാസ് എടുത്തോ. നിങ്ങക്ക് വേണോ? ആ താങ്ക്സ് ചേട്ടാ. ഓക്കെ. നിനക്കൊന്നും പറ്റില്ല സാം. അയ്യോ ദൈവമേ. ഇതാ 11 ഒഴിവാക്കി കേട്ടോ, ഒരു ചാൻസിൽ കൊടുത്തേക്കാം. കൊറോണ പിടിച്ച് ഇങ്ങോട്ട് എത്തിയവരിൽ കുറെ പേരെ തിരിച്ചയച്ച് ഈയിടെയായിട്ട് ഇത്തിരി റിഡക്ഷൻ കൂടുതലാണല്ലോ മുതലാളി. ജീവിച്ച് പോട്ടടവേ. ആയിക്കോട്ടെ, അവിടെ ജീവിച്ച് കൊതി തീരാത്ത എന്തോരം പിള്ളേർ നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. പോട്ടെ അതൊക്കെ. നിനക്കറിയാമോ, ഞാനൊരു കൊച്ചു കമ്മ്യൂണിസ്റ്റാ. അതാണ് എനിക്ക് കേരളത്തോട് പ്രത്യേക സ്നേഹം. നീ കേട്ടണ്ട ഗോഡ്സ് ഓൺ കൺട്രി എന്ന്? ലാസ്റ്റ് ചാൻസ്.